നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് തലപ്പത്ത് നടന്ന വൻ അട്ടിമറിയുടെ വിവരങ്ങൾ പുറത്തേക്ക്. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അന്ന് നടന്ന അടിച്ചമർത്തലിന് നിയമപരമായി പരിരക്ഷയുണ്ടാക്കാൻ ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം കാണിച്ചതുമായി ബന്ധപ്പെട്ട് 2 പോലീസുകാരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മുൻ സർക്കാരിന്റെ ഭരണകാലത്ത് ADGP MR അജിത് കുമാറിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലുണ്ടായിരുന്ന 2 ഗ്രേഡ് SIമാരായാണ് ആലപ്പുഴയിൽ വിളിച്ചുവരുത്തി SIT ചോദ്യം ചെയ്തത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന കടുത്ത ചോദ്യം ചെയ്യലിൽ നിന്നും കേസിന്റെ അട്ടിമറി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന അതീവ നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെത്തുന്ന വിപുലമായ പോലീസ് റിപ്പോർട്ടുകൾ കൃത്യമായി പരിശോധിച്ച് തരം തിരിച്ചിരുന്ന ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യലിന് വിധേയരായ ഈ 2 ഗ്രേഡ് SIമാർ എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ കേസ് ഡയറിയിലും അനുബന്ധ രേഖകളിലും ആരുടെയൊക്കെയോ താൽപര്യപ്രകാരമാണ് മാറ്റങ്ങൾ വരുത്തിയതെന്ന് കണ്ടെത്താൻ ഇവരുടെ മൊഴികൾ വഴി സാധിക്കും. ADGPയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് മൊഴികൾ. ഈ സാഹചര്യത്തിൽ അന്വേഷണം DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലാകാൻ സാധ്യതയേറെയാണ്. പ്രതികളായ ഗൺമാന്മാരെയും മറ്റ് 5 പോലീസുകാരെയും കേസിൽ നിന്നും പൂർണ്ണമായി രക്ഷിച്ചെടുക്കാൻ വേണ്ടി ചില പ്രധാന രേഖകൾ ഫയലുകളിൽ നിന്നും മാറ്റുകയും പകരം പുതിയവ കൃത്രിമമായി നിർമ്മിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് SIT നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ കീഴുദ്യോഗസ്ഥർ ഒന്നടങ്കം കൂട്ടുനിന്നു എന്ന ഗുരുതരമായ അവസ്ഥയാണ് ഈ കണ്ടെത്തലിലൂടെ വ്യക്തമാകുന്നത്. കൃത്രിമം കാണിച്ച ഈ പുതിയ ഫയലുകളുടെ ഉറവിടം തേടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ മുൻ ADGPയുടെ ഓഫീസിലേക്ക് നീണ്ടിരിക്കുന്നത്. അക്രമ സംഭവത്തിന്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങളും അന്നത്തെ ലോക്കൽ അന്വേഷണ സംഘം കോടതിക്കായി രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളും തമ്മിൽ കടുത്ത പൊരുത്തക്കേടുകളുണ്ടെന്നാണ് SIT വിലയിരുത്തുന്നത്. വീഡിയോകളിൽ ഗൺമാന്മാരുടെ ക്രൂരമായ മർദ്ദനം വ്യക്തമായി കാണാമെങ്കിലും മുൻപ് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകളിൽ ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള രക്ഷാപ്രവർത്തന വാദങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ പൊരുത്തക്കേടുകൾ ബോധ്യപ്പെട്ടതോടെയാണ് രേഖകൾ ചമച്ചതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ SIT തീരുമാനിച്ചത്. ഔദ്യോഗിക രേഖകളിൽ എങ്ങനെയൊക്കെയാണ് തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തിയതെന്ന് ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തത്. കേസിന്റെ തുടക്കം മുതൽ നിലവിലുണ്ടായിരുന്ന യഥാർത്ഥ രേഖകൾ, പ്രഥമ വിവര റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, സംഭവത്തിന്റെ CD-കൾ, മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയെല്ലാം വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉറച്ചു സംശയിക്കുന്നത്. കേസിൽ മനഃപൂർവ്വം തിരിമറി നടത്താൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വ്യക്തിപരമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഇതിനു പുറമെ സ്വന്തം നിലയ്ക്കല്ലാതെ മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ കൽപ്പനകൾക്കനുസരിച്ചും അവരുടെ നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുകയാണോ ഇവർ ചെയ്തതെന്ന കാര്യത്തിലും SIT വ്യക്തത തേടിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിലൂടെ ലഭ്യമായ വിവരങ്ങൾ കേസിലെ തുടരന്വേഷണത്തെയും വരും ദിവസങ്ങളിലെ അടിയന്തര നടപടികളെയും വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. മുൻപ് ഭരണസ്വാധീനത്താൽ ഒതുക്കി തീർത്ത കേസിൽ പുതിയ തെളിവുകൾ ലഭിക്കുന്നതോടെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച കൂടുതൽ ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല.